അസ്സലാമു അലൈക്കും. മോള് റെസ്റ്റ് എടുക്കൂ, ഞാൻ പിന്നെ വിശദമായി എല്ലാം പറഞ്ഞു തരാം. അവളുടെ കൈ പിടിച്ച് പറഞ്ഞുകൊണ്ട് അയാൾ അവൾക്കരികിലുള്ള ചെയറിലേക്ക് ഇരുന്നു. മെഹ്റ കണ്ണടച്ച് കിടന്നു. കൺകോണിലൂടെ കണ്ണീർ തുള്ളികൾ വന്നുകൊണ്ടിരുന്നു. റോഷൻ്റെ മനസ്സിൽ അവിടെയും താനില്ലെന്ന് തിരിച്ചറിവ് അവളെ തകർത്ത് കളഞ്ഞു. തന്നെ സ്നേഹിക്കാത്ത ആളെ മനസ്സുകൊണ്ട് പോലും വെറുക്കാനും മറക്കാനും കഴിയാതെ അവൾ വേദനിച്ചു. മകളെ വിഷമിപ്പിച്ചുവല്ലേ എന്ന് ആലോചിച്ച് അലിയും. ഇതുവരെ നടന്നത് എല്ലാം കണ്ടും കേട്ടും ലൈലയും മുറിയുടെ കോണിൽ കണ്ണ് നിറച്ചു നിന്നു. റോഷൻ മെഹ്റയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ സേറയുടെ നമ്പർ ഡയൽ ചെയ്തു. കോൾ അറ്റൻഡ് ചെയ്തില്ല. നിരാശയോടെ വീണ്ടും ശ്രമിച്ചു. അപ്പോഴും അതേ അവസ്ഥ. ഫോൺ പോക്കറ്റിലേക്ക് വെച്ചവൻ ധൃതിയിൽ പാർക്കിങ്ങിൽ നിന്ന് വണ്ടിയെടുത്തു പോയി. സേറ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പ്യൂൺ വന്ന് ഒരു വിസിറ്റർ ഉണ്ടെന്ന് അറിയിച്ചു. കുട്ടികളോട് ഇതുവരെ എടുത്ത ഭാഗം വായിച്ചു നോക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ ഓഫീസ് റൂമിലേക്ക് നടന്നു. ദൂരെ നിന്ന് കണ്ടു അക്ഷമനായി നടക്കുന്ന റോഷനെ. ചിരിയോടെ അവനരികിലേക്ക് അവളെത്തിയതും അവൻ അവൾക്ക് നേരെ തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അവളെ കണ്ടതും അവൻ പെട്ടെന്ന് അവളെ ഹഗ് ചെയ്തു. അപ്രതീക്ഷിതമായി. റോഷൻ, എന്താണിത് എന്ന് പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. റോഷൻ പ്ലീസ്, ഇത് സ്കൂളാണ്. അവനെ ശക്തിയിൽ തള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു. നിനക്ക് വിളിച്ചാൽ ഫോൺ എടുത്താലെന്താ? എടുക്കാത്തത് കൊണ്ടല്ലേ? അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു. വക്കീലേ, എനിക്ക് ഈ ഹവർ ക്ലാസ് ഉണ്ട്, അതല്ലേ ഞാൻ കോൾ എടുക്കാത്തത്. ഇന്ന് ലീവ് എടുത്താലോ? ഞാൻ പ്രിൻസിപ്പലിനോട് സംസാരിക്കാം. വേണ്ട വേണ്ട, വക്കീൽ ഓഫീസിൽ പോകാൻ നോക്ക്. ഇന്ന് കേസുള്ള ദിവസമല്ലേ? അവൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അതാരെങ്കിലും ഏൽപ്പിക്കാം. നീ ലീവ് എടുക്കുമെങ്കിൽ ഞാനും ലീവാക്കാം. നിങ്ങൾ പോകാൻ നോക്കും മനുഷ്യ. ഹഗ് ചെയ്തത് ആരും കണ്ടിട്ടുണ്ടാവില്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആരും കാണില്ല. ഞാനതൊക്കെ നോക്കിയിട്ടാണ് കെട്ടിപ്പിടിച്ചത്. വേറെ ആരെയുമല്ലല്ലോ, എൻ്റെ ഭാര്യയല്ലേ. CCTV ഉണ്ട് മനുഷ്യ. അതിലും പെടില്ല നീ, പേടിക്കണ്ട. പടച്ചോനറിയാം ഇനിയിപ്പോൾ ഇതിൻ്റെ കാരണം ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. അവൾ കാറിനരികിൽ അവനെ എത്തിച്ചു കൊണ്ടാണ് ഇത് പറഞ്ഞത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിച്ച ഞാനില്ലേ കൂടെ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വക്കീൽ പോയാട്ടെ. അവനിൽ നിന്നും അകന്നുകൊണ്ട് പറഞ്ഞു. അവൻ ഡോർ തുറന്ന് കാറിലേക്ക് കയറി. സേറ, അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഡ്രൈവർ സീറ്റിൻ്റെ ഇതിലേക്ക് ചെന്നു. നീ ഞാൻ പോയ കാര്യത്തെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ. എനിക്കറിയാനൊന്നുമില്ല. വക്കീൽ ഇങ്ങ് വന്നപ്പോഴേ എനിക്കെല്ലാം മനസ്സിലായി. ഇനി പറയണമെന്നില്ല. എനിക്കത് അറിയുകയും വേണ്ട. കേട്ടതൊക്കെ അവിടെ ഉപേക്ഷിച്ച് വന്നെന്ന് മാത്രം അറിഞ്ഞാൽ മതി. മറുപടി പറയാതെ അവളെ തന്നെ അവൻ നോക്കിയിരുന്നു. വക്കീൽ പോകുന്നില്ലേ? അവളുടെ ശബ്ദം കേട്ടതും അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. സേറ, ലവ് യു. അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലവ് യു ടു. വൈകിട്ട് നേരത്തെ വരണം. കൈവീശിക്കൊണ്ട് അവളും പറഞ്ഞു. അവൾക്ക് നേരെ കൈവീശി കാർ മുന്നോട്ടെടുത്തു. മിററിൽ കൈവീശുന്ന സേറയെ നോക്കിക്കൊണ്ട് അവൻ ഡ്രൈവ് ചെയ്തു. റോഷൻ്റെ കാർ ഗേറ്റ് കടന്നു മറഞ്ഞതും അവൾ തിരികെ ക്ലാസ്സിലേക്ക് തന്നെ പോയി. സൈറ റോഷനെയും കാത്ത് അക്ഷമയോടെ സ്കൂൾ ഗേറ്റിനരികിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഫോൺ വിളിച്ചു നോക്കിയെങ്കിലും പരിധിക്ക് പുറത്താണ് എന്ന സന്ദേശം ലഭിച്ചു. അക്ഷമയോടെ റോഡിലേക്ക് നോക്കി നിന്ന് ദൂരെ നിന്ന് വരുന്ന കാർ കണ്ടതും അവൾ കുറച്ച് മുൻപോട്ട് കയറി നിന്നു. റോഷൻ അവൾക്കരികിലായി കാർ നിർത്തി. സൈറ ഡോർ തുറന്ന് കയറിയിരുന്നു. അല്ല വക്കീലെ, എന്താ വൈകിയത്? അല്പം പരിഭവം നിറച്ച് ചോദിച്ചു. പറയാം എന്ന് പറഞ്ഞ് അവൻ വണ്ടിയെടുത്തു. കുറച്ച് ദൂരം പോയതും ഇരുവർക്കുമിടയിലെ മൗനം സൈറ തന്നെ അവസാനിപ്പിച്ചു. എന്താ വക്കീലെ, മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഹൃദയ ഇന്ന് സ്കൂളിൽ വന്നിരുന്നോ? ഇല്ല. എന്തു പറ്റി അവൾക്ക്? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? സൈറ പരിഭ്രമത്തോടെ ചോദിച്ചു. ഋതുവിൻ്റെ അമ്മ അവളെ കാണണമെന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുന്നു. സ്കൂളിൽ വന്ന് ഋതുവിനെ കണ്ടാലോ എന്ന് പേടിച്ചാണ് അവൻ അവളെ സ്കൂളിൽ വിടാത്തത്. ആ കുഞ്ഞിനെ ദ്രോഹിച്ചു മതിയായില്ല സ്ത്രീക്ക്. പാവം കുട്ടി. നമുക്കൊന്ന് അവിടെ വരെ പോവാം വക്കീലെ. പോകാം. അതാണ് ഞാനും പറയാൻ വന്നത്. സൈറ ഋതുവിനെക്കുറിച്ചും റോഷൻ ഗൗതമിൻ്റെ മാനസികാവസ്ഥ എന്താകുമെന്നതിനെക്കുറിച്ചും ആലോചിച്ചു കൊണ്ടിരുന്നു. ഗൗതമിൻ്റെ വീടിൻ്റെ ഗേറ്റിന് പുറത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നത് കണ്ടതും റോഷൻ ഫോണിൽ ഗൗതമിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. കോൾ കണക്റ്റ് ആയില്ല. പകരം വീടിൻ്റെ മുറ്റത്തേക്ക് ഗൗതം ഇറങ്ങി വരുന്നത് ഇരുവരും കണ്ടു. ഗേറ്റ് തുറന്ന് കൊടുത്തു. ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. കാർ മുറ്റത്തേക്ക് കയറിയതും ഗൗതം ഗേറ്റ് വീണ്ടും പൂട്ടി. റോഷനും സൈറയും പുറത്തിറങ്ങി ഗൗതമിൻ്റെ പ്രവൃത്തികൾ നോക്കി നിന്നു. ഗൗതം അവർക്കരികിൽ എത്തിയതും നിരാശ നിറഞ്ഞൊരു ചിരി അവർക്ക് സമ്മാനിച്ചു. വയ്യടാ, പേടിച്ചിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, പേടിക്കണ്ട.
എനിക്കെൻ്റെ മോളേ ഉള്ളൂ. അവളെ കൂടി എനിക്ക് വിട്ടുകൊടുക്കാൻ വയ്യ. റോഷൻ ഒന്നും മിണ്ടാതെ ഗൗതമിനെ ചേർത്ത് പിടിച്ചു. റോഷൻ്റെ ചുമലിൽ തല ചായ്ച്ച് ഗൗതം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. ദിവസങ്ങളായി കൊണ്ടു നടന്ന സങ്കടങ്ങൾ ഉരുകിപ്പോകുന്നത് ഗൗതം അറിഞ്ഞു. സെയ്റ ഇരുവരെയും അവരുടെ നിമിഷങ്ങളിൽ വിട്ട് വീടിനകത്തേക്ക് കയറി. ലിവിംഗ് റൂമിൽ ഇരുന്ന് കരയുന്ന അച്ചമ്മയുടെ മറയിൽ തല ചായ്ച്ച് കിടന്ന ഹൃദു സെയ്റയെ കണ്ടതും ചാടി എഴുന്നേറ്റ് അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചു പതിയെ തേങ്ങി. അവളുടെ പുറത്ത് പതിയെ തട്ടി അവളെ ആശ്വസിപ്പിച്ചു. സെയ്റ ഹൃദുവുമായി മുകളിലേക്ക് പോയി. മുകളിലെ ലിവിംഗ് ഏരിയയിൽ അവളെയും കൊണ്ടിരുന്നു. ഹൃദു, ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. കണ്ണ് തുടച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത്. എന്താ കഴിച്ചത്? കഞ്ഞി. രാവിലെയോ? അവൾ ഒന്നും പറയാതെ ഇരുന്നു. ഹൃദു ഒന്നും കഴിച്ചില്ലേ? അവളുടെ അടുത്തേക്കിരുന്ന് മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. 2 ദിവസമായി രാവിലെ രാത്രിയൊക്കെ കഞ്ഞിയാണ്. അമ്മയുടെ ഫോൺ വന്നതിൽ പിന്നെ ഈ വീട്ടിൽ ആരും ചിരിച്ചിട്ടില്ല, സന്തോഷിച്ച് കണ്ടിട്ടില്ല. അച്ഛ ആകെ മാറിപ്പോയി. ഗേറ്റ് പൂട്ടിയിടുക, എന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. എന്തിനെ? ബാത്റൂമിൽ പോകുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ അച്ഛ വാതിലിന് പുറത്ത് കാവൽ നിൽക്കും. ഉറങ്ങാതെ ഒന്നും കഴിക്കാതെ എൻ്റെ കൂടെ നിൽക്കുക. എനിക്ക് ആകെ പേടിയാവുന്നു മിസ് എന്ന് പറഞ്ഞ് ഋതു അവളെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു. ഋതുവിനോടൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയോ? ഋതുവിൻ്റെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് സേറ ചോദിച്ചു. പറയാം. മോൾക്ക് അമ്മയെ കാണാൻ ആഗ്രഹമുണ്ടോ? നോ, ഐ ഹേറ്റ് അമ്മ. അമ്മായി എനിക്ക് ഒരിക്കലും കാണണ്ട. സേറയുടെ മാറിൽ വീണ് ഒരു കുഞ്ഞിനെ പോലെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു കൗമാരക്കാരി പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലാണ് ഈ കുട്ടി അനുഭവിക്കുന്നതെന്ന് സേറയ്ക്ക് മനസ്സിലായി. ഹൃദുവിനെ നെഞ്ചോട് കൂടുതൽ ചേർത്തു. ഗൗതമിനെയും കൊണ്ട് റോഷൻ വരാന്തയിലേക്കിരുന്നു. അയാൾ അപ്പോഴും കണ്ണു നിറച്ച് വിദൂരതയിലേക്ക് നോക്കി നിന്നു. ഗൗതം, എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്ത് തന്നെയായാലും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഹൃദുവിനെയും നിന്നെയും ഒരുപോലെ ബാധിക്കും. സംസാരിച്ച് തീർക്കാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കട്ടെ. ഗൗതം മൗനം പാലിച്ചു. റോഷൻ ഗൗതമിൻ്റെ ഫോണിൽ നിന്നും ആശി വിളിച്ച നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. 1-2 സെക്കൻഡ് കഴിഞ്ഞ് കോൾ കണക്റ്റായി. ഹലോ ഗൗതം. ആശയുടെ ശബ്ദം കേട്ടതും ഗൗതം വിറകൊണ്ടു. കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു അയാളെ ആ നിമിഷം ഭരിച്ചത്. റോഷൻ സ്പീക്കർ ഓൺ ചെയ്ത് സംസാരിച്ചു തുടങ്ങി. ആശ, ഞാൻ ഗൗതമിൻ്റെ അഡ്വക്കേറ്റ് റോഷൻ ഖാലിദാണ് സംസാരിക്കുന്നത്. ആശ ഒന്ന് പതറിപ്പോയെന്ന് അവരുടെ മൗനത്തിൽ നിന്ന് റോഷൻ മനസ്സിലാക്കി. ഇനി സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ആവണമെന്ന് അവൻ ഉറപ്പിച്ചു. പറയൂ സാർ. മറുപുറത്ത് ആശയുടെ ശബ്ദം കേട്ടു. ഫോൺ എടുത്തപ്പോഴുള്ള ശബ്ദവും ഇപ്പോഴുള്ള ശബ്ദവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. ആശയുടെ ആവശ്യം എന്താണെന്ന് പറയൂ. എനിക്ക് ഹൃദുവിനെ കാണണം. വളരെ പതിയെയാണ് അവനത് പറഞ്ഞത്. മകളെ നിങ്ങൾ ഉപേക്ഷിച്ചു പോയതല്ലേ? പെട്ടെന്നൊരു സ്നേഹം വന്നോ മകളോട്? പുച്ഛത്തോടെയാണ് റോഷൻ ചോദിച്ചത്. ഒട്ടൊരു നിമിഷത്തെ മൗനത്തിന് ശേഷം ആശ സംസാരിച്ചു തുടങ്ങി. അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ മകളെ കാണണം. അതിനൊരു അവസരം ഒരുക്കണം. ഇല്ലെങ്കിൽ നിയമപരമായി ഞാൻ അവളിൽ അവകാശം സ്ഥാപിച്ച് എൻ്റെ കൂടെ കൊണ്ടുപോകും. ആശ വാശിയോടെ സംസാരിച്ചു. റോഷനും അതുതന്നെയായിരുന്നു വേണ്ടത്. പുഞ്ചിരിയോടെ അവനും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയമപരമായി തന്നെ നീങ്ങാം. ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ ആശ. എന്താണ്? പേടിക്കാനൊന്നുമില്ല. ഹൃദയ ചെറിയ കുട്ടിയില്ല. അവളുടെ ഇഷ്ടമാണ് കോടതി പരിഗണിക്കുക. മാത്രമല്ല, നിങ്ങളുടെ പാസ്റ്റ് കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മകളെ കിട്ടൂലല്ലോ. ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ് റോഷൻ ആഗ്രഹിച്ചത്. അത് നടന്നു. അവളാകെ പരിഭ്രമിച്ചു. തൻ്റെ കഴിഞ്ഞ കാലം കോടതിയിൽ ആളുകൾക്ക് മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കാൻ ഒരിക്കലും അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആശ ഒന്ന് അയഞ്ഞു. വാശി കാണിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവൾ അനുനയത്തിൽ സംസാരിച്ചു തുടങ്ങി. സർ, എനിക്ക് ഒരേ ഒരു തവണ ഹൃദുവിനെ കാണാൻ അവസരം ഉണ്ടാക്കി തരണം. ഒരമ്മയുടെ അപേക്ഷയായി കണ്ട് എന്നെ സഹായിക്കണം. പരമാവധി താഴ്മയോടെയാണ് അവൾ സംസാരിച്ചത്. ശരി, കാണാൻ ഒരു അവസരം ഞാൻ ഒരുക്കാം. പക്ഷെ ചില ഡിമാൻഡുണ്ട്. സർ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. റോഷൻ ഗൗതമിനെ നോക്കി. ആശ്വാസം നിറഞ്ഞ മുഖഭാവമായിരുന്നു ആ നിമിഷം അയാൾക്ക്. എൻ്റെയും ഗൗതമിൻ്റെയും സാന്നിധ്യത്തിൽ മാത്രമേ ഹൃദയവുമായി സംസാരിക്കാൻ സാധിക്കുള്ളൂ. ആദ്യമായും അവസാനമായുള്ള കൂടിക്കാഴ്ചയാകും ഇത്. പിന്നീട് ഇതുപോലെ ഒരാവശ്യവുമായി നിങ്ങൾ ഗൗതമിനെയോ ഹൃദുവിനെയോ സമീപിക്കാൻ പാടില്ല. ഞാൻ അവളുടെ അമ്മയാണ്. ഇത്തവണ ആശയുടെ ശബ്ദം കരച്ചിലൂടെ എത്തിയിരുന്നു. റോഷൻ്റെയും ഗൗതമിൻ്റെയും മുഖത്ത് പുച്ഛം നിറഞ്ഞു.
എപ്പോൾ എവിടെ വെച്ച് കാണാം? റോഷൻ അവളുടെ ശബ്ദം മാറിയത് ശ്രദ്ധിക്കാതെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങൾ പറയുന്ന സ്ഥലത്ത്. കരച്ചിലടക്കി അവൾ മറുപടി പറഞ്ഞു. അത് പറ്റില്ല, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വരാൻ ഞങ്ങൾ ഒരുക്കമാണ്. സ്ഥലം പറയൂ. ആശ വിലാസം പറഞ്ഞു കൊടുത്തു. ദിവസം തീരുമാനിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞ് റോഷൻ കോൾ ഡിസ്കണക്റ്റ് ചെയ്തു. ഗൗതം റോഷനെ തന്നെ നോക്കി നിന്നു. പിന്നെ അവനെ ഹഗ് ചെയ്തു. താങ്ക്സ് ഡാ. താങ്ക്സ് എനിക്ക് വേണ്ട. നീ വിളിച്ചതിൽ പിന്നെ മനുഷ്യനൊരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. വന്നേ, ഇവിടെ എന്താ കഴിക്കാനുള്ളത്? ഗൗതം റോഷനരികിൽ നിന്ന് പെട്ടെന്ന് മാറി. ഇവിടെ ഒന്നും ഒരുപ്പല്ലടാ, നമുക്ക് ഓർഡർ ചെയ്യാം. അതെന്താ അങ്ങനെ? ഇന്ന് ഇവിടെ ഒന്നും വെച്ചില്ലടാ. നീ ഋതുവിനെയും അമ്മനെയും പട്ടിണി കിട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. റോഷൻ റോഷൻ എന്ന് വിളിച്ചുകൊണ്ട് ഗൗതം പിറകെയും. താഴത്തെ ബഹളം കേട്ട് സേറ ഋതുവിനെയും കൊണ്ട് താഴേക്ക് വന്നു. അപ്പോഴും ലിവിംഗ് റൂമിൽ ഇരുന്ന് കണ്ണു നിറയ്ക്കുന്ന അമ്മയെ സേറ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അവരെ മറന്നു പോയതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. എന്താ അമ്മ ഇത്? ഋതുവിനെ അമ്മ വേണ്ട സമാധാനിപ്പിക്കാൻ? അങ്ങനെയുള്ള അമ്മയും ഇങ്ങനെ തുടങ്ങിയാലോ? അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോൻ്റെ ജീവിതം അവൾ തകർത്തു, ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെയും. സേറയുടെ കൈ പിടിച്ചുകൊണ്ട് അവർ പദം പറഞ്ഞു കരഞ്ഞു. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അമ്മ വന്നേ, കിച്ചണിൽ എന്താ ബഹളം എന്ന് നോക്കാം. ഇരുവരും കൂട്ടി അവളെ കിച്ചണിലേക്ക് പോയി. റോഷൻ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നു. ഗൗതം തലയ്ക്ക് കൈ കൊടുത്ത് സ്ലാബിലിരിക്കുന്നു. അവിടുത്തെ കാഴ്ച അവളെ ചിരിപ്പിച്ചു, ഒപ്പം സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഋതു പെട്ടെന്ന് റോഷനരികിലേക്ക് ചെന്നു. അങ്കിൾ എന്ത് ചെയ്യാ? സ്പെഷ്യൽ വെജ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നു. മോൾക്കിത് ഇഷ്ടമല്ലേ? അങ്കിൾ എന്ത് തിന്നാലും കഴിക്കും. എൻ്റെ അച്ചിയുടെ ഒരു ഫ്രണ്ടല്ലേ. അങ്കിൾ എല്ലാം ശരിയാക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. മതി, ഇനിയും പറഞ്ഞാൽ നിൻ്റെ അച്ഛ ഇരിക്കുന്ന പോലെ ഞാനും ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഇരുവരും ചിരിച്ചു. ഉപ്പുമാവ് റെഡി. റോഷൻ്റെ കൈ ശബ്ദമുയർന്നതും സൈറ അവനരികിലേക്ക് ചെന്നു. അല്ല വക്കീലെ, ഇത് വായിൽ വെക്കാൻ കൊള്ളോ? അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ ചോദിക്കൂ. കഴിച്ചു നോക്കിയിട്ട് പറ മോളെ. സൈറ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉപ്പുമാവ് പ്ലേറ്റിലേക്ക് വിളമ്പി. ഋതു ടേബിളിൽ കൊണ്ടുവച്ചു. ഗൗതം എല്ലാം കണ്ട് അവിടെ തന്നെ ഇരുന്നു. എന്താ ആലോചിക്കുന്നത്? വന്നു കഴിച്ചേ, എന്നിട്ട് വേണം നമുക്കൊന്ന് പുറത്തു പോവാൻ. അങ്കിളെ, ഉപ്പുമാവ് സൂപ്പറായിട്ടോ. എല്ലാവരും ഒരുമിച്ച് കഴിച്ചു കൊണ്ടിരുന്നു. നമ്മളൊന്ന് പുറത്തു പോകാൻ റെഡിയാകുന്നു. എല്ലാവരും റെഡിയാക്കേ. കഴിച്ചു കഴിഞ്ഞതും റോഷൻ പറഞ്ഞു. സൈറ പാത്രങ്ങളുമായി കിച്ചണിലേക്ക് പോയി. പിറകെ റോഷനും ഹൃദവും. അമ്മയും മകനും തനിച്ചായതും റോഷൻ ആശയെ വിളിച്ചതും കാര്യങ്ങളും ഗൗതം അമ്മയുമായി പങ്കുവെച്ചു. ഒരു തവണ അല്ലേ, അവളൊന്ന് കണ്ടോട്ടെ മോനെ, അവളുടെ അമ്മ അല്ലേ, ദണ്ണം കാണും. നീയും മോള് വിഷമിക്കാതിരുന്നാൽ മതി. എനിക്ക് ഈ വയസ്സുകാലത്തിന് കരയാൻ വയ്യ. ഗൗതം എഴുന്നേറ്റ് വന്ന് അമ്മയെ ചേർത്ത് വിളിച്ചു. ഋതു വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ എങ്കിൽ പറയാനുള്ളത്? അമ്മയെ പറ്റിയാണോ? അതെ. അമ്മയെ കാണാൻ മോൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വെറുപ്പ് അമ്മയോടാണ്. ഐ ഹേറ്റ് അമ്മ. ഋതു കുറച്ചുറക്കെ പറഞ്ഞു. കൂൾ. മോൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കോ? അങ്കിൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ആശയ്ക്ക് മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരേ ഒരു തവണ നമ്മൾ പോയി കാണുന്നു, ഞാനും മോളും അച്ഛയും. മോൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നു. എന്തേ, മോൾ ഞങ്ങളുടെ കൂടെ വരില്ലേ? വരാം. എനിക്കും അമ്മയോട് ചിലത് പറയാനുണ്ട്. എൻ്റെ അച്ഛൻ സമ്മതിച്ചോ? സമ്മതിച്ചു. ആലോചനയോടെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. റോഷൻ പക്വത നിറഞ്ഞ അവളുടെ പെരുമാറ്റം പഠിക്കുകയായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അച്ഛയെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വിട്ടാൽ ശരിയാവോ എന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അച്ഛയ്ക്കൊരു കൂട്ട് വേണം. അങ്കിൾ പറഞ്ഞു വരുന്നത് ഒരു മാരേജിനെ കുറിച്ചാണോ? അതാ. എന്താ മോളുടെ അഭിപ്രായം? ഞാനും ആലോചിച്ചിരുന്നു. അച്ഛൻ എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമെന്ന്. പക്ഷെ അച്ഛൻ സമ്മതിക്കോ? അതൊക്കെ സമ്മതിപ്പിക്കാം. മോൾക്ക് ഇഷ്ടക്കുറവുണ്ടോ? ഏയ്, എന്ത് ഇഷ്ടക്കുറവ്? എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത മിഷൻ അച്ഛയുടെ വിവാഹം. ഓക്കെ ഡൺ. അച്ഛയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല, എന്ത് സമ്മതിപ്പിക്കുന്ന കാര്യമാണ് രണ്ടുപേരും കൂടി പറയുന്നത്? ലിവിംഗ് റൂമിലേക്ക് വന്ന ഗൗതമിൻ്റെ ശബ്ദം കേട്ടതും ഋതു റോഷൻ പറയല്ലേ എന്ന് കണ്ണു കാണിച്ചു. ഒന്നുമില്ല ഗൗതം, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചതാണ്. അല്ലേ മോളെ? അതെ. മോള് പോയി ഡ്രസ്സ് മാറിവാ, നമുക്ക് പോകാം.
റോഷൻ പറയേണ്ട താമസം അവൾ താഴേക്ക് പോയി. എന്താടാ ഞാനറിയാതെ നിങ്ങൾ പ്ലാൻ ചെയ്തത്? നീ അറിയേണ്ട സമയത്ത് ഞാൻ ഹൃദയ പറഞ്ഞോളട്ടോ. നീ പോയി ഡ്രസ്സ് മാറി വാ. പുറത്തുപോയി വളരെ വൈകിയാണ് എല്ലാവരും തിരിച്ചു വന്നത്. ഗൗതമിൻ്റെ വീട്ടിൽ അവരെ ഡ്രോപ്പ് ചെയ്ത ശേഷം സേറുവും റോഷനും മടങ്ങി. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. ആശയെ കാണാനായി പോകുന്ന ദിവസമാണിന്ന്. ഞായറാഴ്ച മതി എന്നത് എല്ലാവരുടെയും തീരുമാനമായിരുന്നു. ആശയെ വിളിച്ചു പറഞ്ഞത് റോഷൻ തന്നെയായിരുന്നു. അതിരാവിലെ എല്ലാവരും പുറപ്പെട്ടു. അച്ചമ്മയെ റോഷൻ്റെ വീട്ടിലാക്കി. സേറയും ഹൃദവും ബാക്ക് സീറ്റിലും റോഷൻ ഡ്രൈവർ സീറ്റിലും കോ ഡ്രൈവർ സീറ്റിൽ ഗൗതമും. വയനാട് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ഗൂഡല്ലൂറാണ് ആശയും മരിയും താമസം. കോട പുതഞ്ഞ ചുരം കയറി അവർ യാത്ര തുടങ്ങി. ഋതുവിനെ ഒരു തരത്തിലും ആശങ്കപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ പാടില്ലെന്ന് യാത്ര തുടങ്ങും മുമ്പേ മൂവരും ചേർന്ന് തീരുമാനിച്ചതാണ്. ഒരു വിനോദയാത്ര പോകുന്ന ഫീലിലാണ് യാത്ര. കേരള അതിർത്തിയോട് അടുത്തതും ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയുള്ള യാത്ര ഋതുവും ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അവളുടെ ഉള്ളിലെ സംഘർഷം ആരെയും അറിയിക്കാതെ ഉള്ളിലടക്കിയാണ് യാത്ര. അമ്മയെ കാണുമ്പോൾ എന്തു പറയുമെന്നൊന്നും ഒരു ധാരണയുമില്ല. വർഷങ്ങളായി കണ്ടിട്ട് അമ്മയെ ഇഷ്ടമില്ല എന്ന് മാത്രം അറിയാം. പുറത്തെ കാഴ്ചകളിൽ കണ്ണു നട്ടിരുന്ന മനസ്സ് നിറയെ ചിന്തകളും കൊണ്ട് ഫോറസ്റ്റ് ഏരിയ മാഞ്ഞു തുടങ്ങി. ജനവാസമുള്ള ഇടങ്ങളിലൂടെയായി യാത്ര. വരുന്ന വഴിക്ക് കഴിച്ച ലഘുവായ ഭക്ഷണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികം തിരക്കില്ലാത്തൊരു തട്ടുകട കണ്ടതും റോഷൻ കാർ നിർത്തി. സേറ ചായ മാത്രം കുടിച്ചു. റോഷനും ഗൗതമും ഹൃദയും ചായയും കടയും കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് കാർ തിരിഞ്ഞതും ഗൗതം ആകെ പരിഭ്രമിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ആശയെ മുഖാമുഖം കാണണം. ഹരിയെയും വർഷങ്ങളായി കണ്ടിട്ട്. കുറച്ച് ദിവസം മുമ്പാണ് ആശയുടെ കോൾ വന്നത്. അതിനുശേഷം അവൻ സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഹൃദയവിനെ നഷ്ടപ്പെടുമെന്നൊരു തോന്നലായിരുന്നു മനസ്സ് നിറയെ. അവൾക്ക് കാവലിരുന്നും എങ്ങും വിടാതെ കൂട്ടിരുന്നു. പേടിയായിരുന്നു. ഹൃദയവിനെ കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ അയാൾക്ക് അത് ആലോചിക്കാൻ കൂടി വയ്യ. റോഷൻ വിളിച്ചപ്പോഴൊന്നും കോൾ എടുത്തില്ല. അവസാനം മനസ്സ് കൈവിട്ടു പോകുമെന്ന തോന്നൽ ശക്തമായതും അവനെ വിളിച്ച് സംസാരിച്ചു. ഒരു ചെറിയ റോഡ് വഴി കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇരുവശവും വീടുകളും കൃഷിയിടങ്ങളും നിറഞ്ഞു നിന്നു. പിന്നെയും മുന്നോട്ട് പോയതും ചായത്തോട്ടത്തിന് നടുവിലൂടെയായി യാത്ര. ഒരു വളവ് കഴിഞ്ഞതും കാർ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് കയറി. ഋതുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങുന്നത് സൈറ ശ്രദ്ധിച്ചു. ഗൗതം ഋതുവിനെ നോക്കാനായി ബാക്കിലേക്ക് തിരിഞ്ഞു. വീടിരിക്കുന്ന അവളെ കണ്ടതും അയാൾക്കുള്ളിൽ വീണ്ടും ഭയത്തിൻ്റെ പെരുമ്പറ മുഴങ്ങി. സൈറ അവളുടെ കൈ പിടിച്ചു. ഋതു. അവൾ സൈറയ്ക്ക് നേരെ തിരിഞ്ഞു. ധൈര്യമായിരിക്കണം. എന്ത് വന്നാലും പതറരുത്. ഞങ്ങൾ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കണം. കരയരുത്. മോൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു വേണം നമുക്ക് തിരികെ പോവാൻ. കേട്ടല്ലോ? മറുപടിയായി അവൾ മൂളി. റോഷൻ ഗൗതമിനെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. ചെറിയ ഒരു നില വീട്. മുറ്റം നിറയെ ചെടികളുണ്ട്. വീടിന് ചുറ്റും പലതരം കൃഷികളുണ്ട്. കാറിൻ്റെ ശബ്ദം കേട്ടതും ഒരാൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ഹരി എന്ന് ഗൗതം പതിയെ പറഞ്ഞു. റോഷനാണ് ആദ്യം ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയത്. റോഷനെ കണ്ടതും ഹരി മുറ്റത്തേക്കിറങ്ങി വന്നു. ഐ ആം റോഷൻ ഖാലിദ്. റോഷൻ സ്വയം പരിചയപ്പെടുത്തി. ഹരി കൈനീട്ടി. റോഷനും അയാളുടെ കൈ പിടിച്ചു. ആശ, ഞാൻ വിളിക്കാം. വേണമെന്നില്ല. അകത്തിരുന്ന് സംസാരിക്കാമല്ലേ മിസ്റ്റർ ഹരി? അതെ, വരൂ. ഹരി ചിരിയോടെ കാറിനരികിലേക്ക് നടന്നു. ഹരി അകത്തേക്ക് പോയിക്കോളൂ, ഞങ്ങൾ വരാം. ഓഹ് സോറി. ഹരി വീടിനകത്തേക്ക് കയറിപ്പോയി. റോഷൻ ഗൗതമിന് ഡോറ് തുറന്നു കൊടുത്തു. മനസ്സില്ലാ മനസ്സോടെ ഗൗതം പുറത്തിറങ്ങി. കൂടെ ഹൃദവും. ബഹളം ഉണ്ടാക്കി അരിക്കും ആശിക്കും ഒരു പ്രശ്നവും നമ്മൾ കാരണം വരാൻ പാടില്ല. പറയാനുള്ളത് പറയുന്നു. സമാധാനത്തിൽ നമ്മൾ പിരിയുന്നു. പ്രശ്നം ഉണ്ടാക്കാനല്ല നമ്മൾ വന്നത്, പരിഹരിക്കാനാണ്. ഗൗതമും മോളും അത് ഓർക്കണം. കേട്ടല്ലോ? രണ്ടുപേരും മൗനം കൊണ്ടാണ് റോഷന് മറുപടി കൊടുത്തത്. അവർ മൂവരും ഉള്ളിലേക്ക് കടന്നു. ഗൗതം തല താഴ്ത്തിയിരുന്നു. എല്ലാ കാഴ്ചകളിൽ നിന്നും കണ്ണു മറച്ചുകൊണ്ട്. ഋതാവട്ടെ കണ്ണു തുറന്ന് എല്ലാം കാണുകയും ചെയ്തു. ഇരുവർക്കുമിടയിൽ റോഷനും സേറവും ഇരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.